വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തെ മാത്രമല്ല, വിമാനത്തിൽ അദ്ദേഹം കൂടെ കൊണ്ടുവരുന്ന ആ കറുത്ത ലിമോസിനെ കൂടിയാണ്. പുറമേ നിന്ന് കണ്ടാൽ റോൾസ് റോയ്സിനെ പോലെ തോന്നും, പക്ഷെ സത്യത്തിൽ ഇതൊരു കാറല്ല, റോഡിലൂടെ ഓടുന്ന ഒരു ഉരുക്ക് കോട്ടയാണ്. പേര് ഓറസ് സെനറ്റ്. ഇതിന്റെ സുരക്ഷയെക്കുറിച്ച് കേട്ടാൽ ആരും ഒന്നും ഞെട്ടും. നേരെ നിന്ന് വെടിവെച്ചാൽ ഉണ്ടകൾ തിരിച്ചു തെറിക്കും. ഇനി വണ്ടിയുടെ അടിയിൽ വെച്ചൊരു ബോംബ് പൊട്ടിച്ചാലോ, ഉള്ളിലിരിക്കുന്ന പുടിൻ അതൊന്നും അറിയുക പോലുമില്ല. അതാണ് ഈ വണ്ടിയുടെ റേഞ്ച്. ടയറുകൾക്ക് വെടിയേറ്റാലും ആ പഞ്ചറായ ടയറും വെച്ച് ഈ വണ്ടി കിലോമീറ്ററുകളോളം പറക്കും. ഇനി പുറത്താരെങ്കിലും വിഷവാതകമോ രാസായുധമോ പ്രയോഗിച്ചാൽ പോലും വണ്ടിക്കുള്ളിലെ വായു ശുദ്ധീകരിച്ചു തരുന്ന പ്രത്യേക സംവിധാനം ഇതിലുണ്ട്. പുറം ലോകവുമായി ബന്ധം വിച്ഛേദിച്ച് വെള്ളത്തിനടിയിലൂടെ വരെ ഇതിന് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ, പുറത്തെന്തു സംഭവിച്ചാലും കാറിനകത്തിരിക്കുന്നവർ സുരക്ഷിതരായിരിക്കും. പണ്ട് പുടിൻ മെഴ്സിഡസ് ബെൻസിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് എന്തിന് ജർമ്മൻ കാറിൽ പോകണം എന്ന വാശിയിലാണ് റഷ്യൻ എഞ്ചിനീയർമാർ തലപുകച്ച് ഈ വാഹനത്തെ സൃഷ്ടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ മുൻപ് ഈ വണ്ടിയിലൊന്ന് കയറി നോക്കിയിട്ടുണ്ട്. പുടിൻ ഉപയോഗിക്കുന്ന ഈ മോഡലിന്റെ വിലയോ അതിലെ രഹസ്യങ്ങളോ ഇന്നും റഷ്യ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഡിസംബർ 4-ന് പുടിൻ വരുമ്പോൾ വാർത്തകളിൽ അദ്ദേഹത്തിനൊപ്പം ഈ വാഹനത്തെ ഒന്ന് ശ്രദ്ധിച്ചോളൂ.